ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് നവരാത്രി വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒക്ടോബർ 3-ാം തീയതി വ്യാഴാഴ്ച, അതായത് ശുക്ലപക്ഷ പ്രഥമ തിഥിയിലാണ് നവരാത്രി ആഘോഷങ്ങളുടെ സമാരംഭം കുറിക്കുന്നത്. സാധാരണഗതിയിൽ 9 രാത്രി കഴിഞ്ഞ് 10-ാം ദിവസമാണ് വിജയദശമിയായി നാം ആചരിക്കുന്നത്. ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയാണ് വിജയദശമി ദിവസം 11-ാം ദിവസത്തിലേക്ക് നീണ്ടുപോകുന്നത്. ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂറാണ് ഓരോ തിഥി വരുന്നത്. എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം തിഥികളും, ഈ നവരാത്രി ദിവസങ്ങളിലെ ഭൂരിപക്ഷം തിഥികൾക്കും അല്പം ദൈർഘ്യം കൂടുതലാണ്. അതായത് വേഗം കുറഞ്ഞ ഈ ചന്ദ്ര സഞ്ചാരമാണ് മേൽപ്പറഞ്ഞ വിഷയത്തിന് കാരണം. ചന്ദ്രൻ്റെ വേഗത കുറഞ്ഞ സഞ്ചാരം കാരണം തിഥിക്ക് വ്യത്യാസം വന്നത് കാരണമാണ് 11 ദിവസത്തേക്ക് നീണ്ടുപോയത്. ഓരോ തിഥികളുടെയും ദൈർഘ്യം നോക്കുമ്പോൾ പ്രഥമ തിഥിക്ക് തന്നെ 26 മണിക്കൂറും 40 മിനിറ്റും ഉണ്ട്. പ്രഥമയ്ക്ക് തന്നെ. ദ്വിതീയയ്ക്കും അതുപോലെ തന്നെ 26 മണിക്കൂറും 32 മിനിറ്റുമാണ് ഉള്ളത്. തൃതീയയ്ക്ക് 26 മണിക്കൂറും 18 മിനിറ്റും. ചതുർദശിക്ക്, അതായത് ചതുർത്ഥിക്ക് 25 മണിക്കൂറും 57 മിനിറ്റുമാണ് ഉള്ളത്. പഞ്ചമി തിഥിക്ക് 24 മണിക്കൂർ 54 മിനിറ്റ്. ഷഷ്ടി തിഥിക്ക് 24 മണിക്കൂർ 55 മിനിറ്റ്. സപ്തമിക്ക് 24 മണിക്കൂർ 7 മിനിറ്റ്. അഷ്ടമി തിഥിക്ക് 23 മണിക്കൂർ 35 മിനിറ്റ്. നവമി തിഥിക്ക് 22 മണിക്കൂറും 52 മിനിറ്റും. ദശമി തിഥിക്ക് 22 മണിക്കൂറും 11 മിനിറ്റും. സാധാരണഗതിയിൽ ഓരോ തിഥിയും വരുന്നത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ 60 നാഴികയാണ് വരുന്നത്. ഇത് 24 മണിക്കൂറിൽ നിന്നൊക്കെ ഒത്തിരി കൂടുതൽ 26 മണിക്കൂർ 24 മണിക്കൂറിന് പകരം 26 മണിക്കൂറാണ് മിക്ക തിഥിക്കും, 25ഉം ഒക്കെ. അങ്ങനെ വന്നപ്പോൾ 240 മണിക്കൂർ കൊണ്ട്, അഥവാ 10 ദിവസം കൊണ്ടാണ് സഞ്ചരിക്കേണ്ട ദൂരമാണ്, ചന്ദ്രൻ സഞ്ചരിക്കേണ്ട ദൂരമാണ് 248. 240 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട, 10 ദിവസം കൊണ്ട് സഞ്ചരിക്കേണ്ട ആ ചന്ദ്രൻ്റെ സഞ്ചാരമാണ് 248 മണിക്കൂറും 37 മിനിറ്റും ആയി നീണ്ടുപോയത്. ഈ അധികമായി എടുത്ത 8 മണിക്കൂർ 37 മിനിറ്റ് സമയം കാരണമാണ് ദശമി തിഥി 11-ാം ദിവസത്തിലേക്ക് കയറിയത്. അപ്പോൾ ആ 11-ാം ദിവസം വരെയും ദശമി തിഥി നീണ്ടുപോകുന്നതിൻ്റെ കാരണമാണ് ഇത്ര വിശദമായി ഞാൻ വിശദീകരിച്ചത്. മൂകാംബികയിലെ വിദ്യാരംഭം എന്ന് പറയുന്നത് 10-ാം ദിവസമായ ഒക്ടോബർ 12 ശനിയാഴ്ചയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഉദയത്തിന് ശേഷം 11 നാഴിക 47 വിനാഴിക വരെ, അതായത് രാവിലെ 10:55 വരെയും നവമി തിഥിയാണ്. 11-ാം ദിവസം, അതായത് ഒക്ടോബർ 13, ഇത് മൂകാംബികയിലെ കാര്യം പറഞ്ഞത്. വിദ്യാരംഭം 10-ാം ദിവസമായ ഒക്ടോബർ 12 ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ 10:55 വരെ നവമി തിഥിയാണ്. എന്നാൽ 11-ാം ദിവസം ഒക്ടോബർ 13 ഞായറാഴ്ച ഉദയത്തിന് ശേഷം 7 നാഴിക 17 വിനാഴിക ദശമി തിഥി ഉള്ളതിനാൽ, അതായത് രാവിലെ 9:06 വരെയും ദശമി തിഥി ഉണ്ട്. അന്നാണ് നമ്മുടെ കേരളത്തിലെ ആചാരപ്രകാരം വിജയദശമിയുടെ ഭാഗമായുള്ള വിദ്യാരംഭം ആചരിക്കേണ്ടത്. ഇവിടെ ഉദയത്തിന് ശേഷമുള്ള നാഴിക വിനാഴികകളാണല്ലോ നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇനി പൂജ വയ്ക്കുന്നതിനെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. അഷ്ടമി, സന്ധ്യയ്ക്ക് അഷ്ടമി വരുന്ന ദിവസമാണ് പൂജ വയ്ക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അത് ഒക്ടോബർ 10 വ്യാഴാഴ്ചയാണ് വരിക. അതായത് കന്നിമാസം 24-ാം തീയതി ഒക്ടോബർ 10 വ്യാഴാഴ്ചയാണ് പൂജ വയ്ക്കേണ്ടത്. വൈകുന്നേരം അഷ്ടമി തിഥി സന്ധ്യയ്ക്ക് വരുന്ന സമയത്ത് വേണം പൂജ വയ്ക്കേണ്ടത്.
അന്ന് സപ്തമി തിഥി ഉച്ചയ്ക്ക് 12:28 അവസാനിക്കുകയാണ്. സപ്തമി തിഥി 12:28 അന്ന് അവസാനിച്ചിട്ട് അഷ്ടമി തിഥി അന്നുണ്ട്. ഒക്ടോബർ 11, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 അഷ്ടമി അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ട് അഷ്ടമിയുടെ സ്പർശം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വ്യാഴാഴ്ച തന്നെ പുസ്തകം പൂജ വെക്കണം. അന്നാണ് അഷ്ടമിയുടെ തിഥി സന്ധ്യയ്ക്ക് വരുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:08 ഈ അഷ്ടമി തിഥി അവസാനിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അഷ്ടമി ഇല്ല വൈകുന്നേരം. അതുകൊണ്ടാണ് വ്യാഴാഴ്ച പൂജവെപ്പ് പറഞ്ഞത്. അപ്പോൾ പൂജ വയ്ക്കുന്നതെന്ന് പറയുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം വെച്ചതിന് ശേഷം വെള്ളിയും ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെയാണ് പൂജ എടുക്കുന്നത്. അതായത് വിജയദശമി പ്രകാരം. മൂകാംബികയിൽ വിജയദശമി ശനിയാഴ്ച ആചരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഞായറാഴ്ചയാണ് പൂജ എടുക്കുന്നത്, വ്യാഴാഴ്ച വെച്ചതിന് ശേഷം. അപ്പോൾ പൂജ വെപ്പിനെക്കുറിച്ചും എന്താണ് ഈ തവണ 11 ദിവസം നീണ്ടുപോയത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു ലഘു വിവരണമാണ് ചെയ്തത്. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ നവരാത്രി ദിനങ്ങളിൽ ദേവി മഹാത്മ്യ പാരായണം, ദേവി ഭാഗവതം, ലളിതാ സഹസ്രനാമം 2 നേരവും ജപിക്കുക. എല്ലാം ദേവിക്ക് വേണ്ടി നിവേദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ വെക്കാം. അല്ലെങ്കിൽ ശർക്കര പായസം, പാൽപ്പായസം ഒക്കെ ദേവിക്ക് ഇഷ്ടമാണ്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ ആ ആഹാരത്തിനോടുള്ള പ്രിയം എന്തൊക്കെയാണ് നിവേദ്യങ്ങളെന്ന് പറയുന്നുണ്ട്. അതുപോലെ തേൻ, ഫ്രൂട്ട്സുകളിൽ മാതള നാരകത്തിൻ്റെ അല്ലിയൊക്കെ എടുത്തിട്ട് അതിൽ തേനൊഴിച്ച് ദേവിക്ക് ഒരു ദിവസം അത് സമർപ്പിക്കാം. ശർക്കര കൊണ്ടുള്ള പായസം, കടും പായസം മധുരം കൂട്ടി, പിന്നെ നെയ്യ് പായസം, അരിക്കകത്ത് നെയ്യ് കൂടുതൽ ഒഴിച്ചിട്ട് അതിൽ ശർക്കര ചേർത്തിട്ട് എടുക്കുന്ന നെയ്യ് പായസം, പിന്നെ പാൽ പായസം, അതുപോലെ തന്നെ മലര്, അവല്, പിന്നെ അതിനകത്ത് ശർക്കര, കൽക്കണ്ടം, പഴങ്ങൾ, ത്രിമധുരമൊക്കെ ഒരുക്കുന്നത് പോലെ അതിലേതെങ്കിലുമൊക്കെ സാധനങ്ങൾ ദേവിക്ക് വയ്ക്കാം. അതിൻ്റെ പോലെ അതിൽ കരിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും വയ്ക്കാം. ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെക്കില്ലേ, പഴവും മറ്റു ഫ്രൂട്ട്സുകളൊക്കെ, അതൊക്കെ ശുദ്ധമായി സൂക്ഷിച്ച് ദേവിക്ക് നിത്യേന വയ്ക്കുക. വെച്ചിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിൽ ദേവിയുടെ ഫോട്ടോയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ദേവിയെ മഞ്ഞളും കുങ്കുമവും ഒക്കെ അണിയിച്ച് പൊട്ടൊക്കെ തൊടിയിക്കണം. തൊട്ടിട്ട് എന്നിട്ട് ദേവിക്ക് ഒരു ചുവന്ന തെറ്റിപ്പൂ ഉണ്ടെങ്കിൽ തെറ്റിപ്പൂ കൊണ്ടൊരു മാല, അല്ലെങ്കിൽ റോസാപ്പൂ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചുവന്ന മാലയൊക്കെ കെട്ടിയിട്ട് ദേവിയെ സന്തോഷിപ്പിച്ച് ഓരോ ദിവസവും ദേവിക്ക് വേണ്ടി ആ ദിവസങ്ങൾ, ഈ 9 ദിവസങ്ങൾ വെച്ചാൽ വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിനുള്ള നേട്ടങ്ങളെല്ലാം ദേവിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ 9 ദിവസവും, അതായത് 10ാം നാൾ വരെയും വ്രതം അനുഷ്ഠിക്കുവാൻ കഴിയുമെങ്കിൽ, അതായത് ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 13 വരെയുള്ള നവരാത്രി ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുവാൻ ശുദ്ധമായി, വളരെ ചിട്ടയോടുകൂടി, ബ്രഹ്മചര്യത്തോടുകൂടി, മാംസാഹാരങ്ങളൊക്കെ കഴിക്കാതെ വ്രതം അനുഷ്ഠിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദേവിയുടെ അനുഗ്രഹം വളരെ കൂടുതൽ നമുക്ക് ലഭിക്കാൻ കഴിയും. ആ ദിവസങ്ങളിൽ മാംസാഹാരങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ശുദ്ധമായ സസ്യാഹാരം കഴിക്കുമ്പോൾ, അതും അരിയാഹാരമൊക്കെ ഒരു നേരം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും. 2 നേരം മറ്റ് ഫ്രൂട്ട്സോ അല്ല വേറെ എന്തെങ്കിലും ആഹാരം ലളിതമായി കഴിക്കുമ്പോൾ ഈ 9 ദിവസം അല്ലെ 10 ദിവസത്തെ ആ വ്രതത്തിന് ശേഷം നമുക്കൊരു പുതിയ എനർജി ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മാറി നമ്മൾ കുറേ കൂടി നന്നായി വരും. സാധാരണഗതി നമ്മൾ ഏകാദശിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും നമ്മുടെ ആരോഗ്യമൊക്കെ പോയല്ലോ, മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന കാരണം അസ്ഥിക്ക് അല്ലെങ്കിൽ ശരീരത്തിന് തേയ്മാനോ അല്ലെ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ അതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. പക്ഷേ ഈ ദേവി
ഈ ദേവിക്ക് വേണ്ടി എടുക്കുന്ന ഈ നവരാത്രി ദിവസങ്ങളിൽ എടുക്കുന്ന വ്രതം എന്ന് പറയുന്നത് ആകെ മൊത്തം ഒരു ഉന്മേഷം ലഭിക്കുന്ന ഒരു വ്രതമാണ്. നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ സാധാരണഗതിയിൽ എല്ലാവർക്കും വെയിറ്റൊക്കെ ഉള്ള കാലഘട്ടമല്ലേ ഇത്. അമിതമായിട്ടുള്ള കൊഴുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് നമ്മുടെ ശരീരത്തിന് വളരെ ലാഘവമാവും. പിന്നെ സന്തോഷമായി എല്ലാ ദിവസവും. ദേവിയല്ലേ, അമ്മയല്ലേ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ശരീരം തന്ന ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. എവിടെ നോക്കിയാലും ദേവിയുടെ ഈ പച്ചപ്പല്ലേ കാണാൻ കഴിയൂ. എവിടോട്ട് തിരിഞ്ഞു നോക്കിയാലും ദേവി ഇങ്ങനെ മനോഹരമായ പുഷ്പങ്ങളൊക്കെ വിടർത്തി, എല്ലാ ചെടികളും മരങ്ങളിലും ഫലങ്ങളും ചെടികളിലെല്ലാം പൂക്കളും എല്ലാറ്റിലും തളിരും എല്ലാം എന്ത് രസമാണ് പ്രകൃതിയെ കാണാനല്ലേ. നമ്മുടെ ഈ മഴക്കാലത്ത് ഇടയ്ക്ക് വരുന്ന വെയിലിൽ ആ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ പൊട്ടിച്ചിരിക്കാൻ തോന്നും, സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കാൻ തോന്നും എപ്പോഴും. അങ്ങനെ വളരെ നമ്മുടെ ദേവിയുടെ അനുഗ്രഹമാണ് നമ്മുടെ ഈ പ്രകൃതി. നമ്മുടെ മനസ്സ് മൂടിക്കെട്ടിയിരുന്നാൽ തന്നെ ദേവിയിലേക്ക് അത് വന്നിട്ട് ഈ പ്രകൃതി തന്നെ മൂകമായി പോവും. അപ്പോൾ സന്തോഷകരമായ മനസ്സിൽ നിന്നാണ് ഈ പ്രകൃതി തന്നെ പുഞ്ചിരിക്കുന്നത്. അപ്പോൾ ദേവിക്ക് വേണ്ടി ഈ ഒരാഴ്ചക്കാലം ദേവിക്ക് വേണ്ടി മാറ്റിവെക്കുക, ദേവിയുടെ സന്തോഷം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി. ഈ 10 ദിവസം വ്രതം ആചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദുർഗാഷ്ടമി മുതൽ അവസാനത്തെ 3 ദിവസം സരസ്വതി പൂജയാണ് ആ 3 ദിവസം വരുന്നത്. ആദ്യത്തെ 3 ദിവസം ദുർഗാ പൂജ, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് പൂജ ചെയ്യുക, അത് അവസാനം സരസ്വതി ദേവിയായി പൂജ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, ഇതിൻ്റെയൊക്കെ തത്വം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇത് അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക്, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ആസുരിക ശക്തിയിൽ നിന്നും ദൈവിക ശക്തിയിലേക്കുള്ള ഒരു പരിവർത്തനമാണ് ഈ നവരാത്രി ആഘോഷം എന്ന് പറയുന്നത് തന്നെ. ദേവിയോടുള്ള ആചരണ തന്നെ. നമ്മൾ ആചരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന 1000 രക്തബീജന്മാരൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ. നമ്മൾ ഒരാഗ്രഹത്തിനെ സപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനെ സാധിക്കുന്നു. അപ്പോൾ ഓരോ രക്തകൂപത്തിലൂടെയും ഓരോ രോമകൂപത്തിലൂടെയും രക്തം പുറത്തേക്ക് വരുന്ന രക്തബീജന്മാരെ പോലെ അനേകം ആഗ്രഹങ്ങൾ ഒന്നിനു പിന്നെ മറ്റൊന്നായി നമ്മുടെ ചിന്തകളിലേക്ക് പതുക്കെ നൃത്തം വെച്ചിങ്ങനെ വരും. ആ ചിന്തകളുടെ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളുടെ പിന്നാലെ നാം പോയി നമ്മൾ എവിടെയും എത്തില്ല. നമ്മൾ വിഷമത്തിലും നിരാശയിലും അല്ലെങ്കിൽ ഏകാന്തത്തിലും അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്കും ഒക്കെ ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ കിടന്ന് ഇരുട്ടിൽ തപ്പും. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, ഒരു സംതൃപ്തി. അതിനെയാണ് ഐശ്വര്യം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ കുറേ ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് എവിടെ ഇരിക്കാൻ നേരമില്ലാതെ ഓടുന്നതല്ല ഐശ്വര്യം. നമുക്ക് കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് സോഴ്സസ് ഉപയോഗിച്ച് എത്ര നല്ല സന്തോഷമായി അതിനെ നമുക്ക് എല്ലാറ്റിനും സമാധാനമായി സംതൃപ്തിയോടെ ആ കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് ഇൻകത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിലാണ് ഒരു വ്യക്തിയുടെ സന്തോഷം ഇരിക്കുന്നത്, സംതൃപ്തി ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ സന്തോഷമാണ്, സമാധാനമാണ്, സംതൃപ്തിയാണ് ജീവിതത്തിൽ വേണ്ടത്. ഓരോരുത്തർക്കും എവിടെ നിന്നാണ് സന്തോഷം കിട്ടുന്ന സോഴ്സ് ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആ സോഴ്സസൊക്കെ ഈ ഭൗതികത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുപരിയാണ് ഈശ്വരനിൽ നിന്നും ദേവിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന നിറവ്. അവർക്ക് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള തലത്തിനാണ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എപ്പോഴും ഈശ്വരൻ എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് അനുകൂലമായി കാര്യങ്ങളെല്ലാം പോകുന്നു, എനിക്ക് അനുകൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, ഏതൊരു ദുരിതങ്ങളും എന്നിൽ നിന്ന് വിട്ടകലുന്നു, അല്ലെങ്കിൽ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി കിട്ടുന്നു. ഇത് ഭഗവാൻ എന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പുറമേ സന്തോഷിക്കുന്ന ഈ സാഹചര്യവും മറ്റ് വ്യക്തികളിലും പദവികളിലും എല്ലാം അള്ളിപ്പിടിച്ചിരുന്നാൽ അതെല്ലാം നമുക്ക് ദുഃഖങ്ങളെ തരൂ. ഇതൊന്നും വേണ്ടാതെ സന്യാസം സ്വീകരിക്കാനല്ല പറഞ്ഞത്. ഇതിലൊക്കെ നാം മുഴുകണം, എല്ലാറ്റിലും മുഴുകണം. പക്ഷെ അതിൽ നിന്നൊക്കെ സന്തോഷം കിട്ടണമെങ്കിൽ ആത്യന്തികമായ ആ സന്തോഷത്തിൻ്റെ റൂട്ട് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ നമ്മിൽ പ്രസാദിച്ച് ചിരിച്ച് സന്തോഷിച്ചിരുന്നാലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയുള്ളൂ. ഓരോ പ്രവൃത്തിയിലും അതിൽ പൂർണ്ണത കിട്ടുകയുള്ളൂ. ആ ഒരു ഫാക്റ്റ്, ഒരു റിയാലിറ്റി, ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെ ശാന്തരാകും.
നമുക്ക് ഒന്നിൻ്റെയും പിന്നാലെ വളരെ വളരെ പാഞ്ഞ് ജീവിതം വേസ്റ്റാക്കാൻ തോന്നുകയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ചിന്തകളുണ്ടാകട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദേവിയെ മനസ്സാ എപ്പോഴും ധ്യാനിക്കുക. ഈ നവരാത്രി 9 രാത്രി ദിവസങ്ങളിൽ രാത്രിയും പകലും 2 നേരം ലളിതാ സഹസ്രനാമം ജപിക്കുക. പറ്റുന്നവർ ദേവിയെ മനസ്സുകൊണ്ട് ആവഹിച്ച് നമ്മുടെ മുന്നിൽ ആ സിംഹാസനാരൂഢയായ ദേവി വളരെ സന്തോഷവതിയായി നമ്മുടെ മുന്നിൽ നൃത്തം ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തെ ചൊരിയുന്നു. അങ്ങനെ ആ സൗഭാഗ്യവതിയായ ത്രിപുരസുന്ദരിയായ മഹാമായയായ ആ ദുർഗയായി, ലക്ഷ്മി ദേവിയായി, സർവ്വ ഐശ്വര്യങ്ങളും പകരുന്ന ലക്ഷ്മിയായി, ജ്ഞാനസ്വരൂപിണിയായ ആ ലാവണ്യ ദേവതയായ വിദ്യാസരസ്വതിയായി നമ്മുടെ ഹൃദയങ്ങളിൽ ദേവി നിറയട്ടെ. എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ മുൻകൂട്ടി അറിയിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ദേവിയും ഭഗവാനും രണ്ടല്ല ഒന്നാണ്. ശാക്തേയരും വൈഷ്ണവരും തമ്മിലൊരു സംഘടനം വേണ്ട. ഭഗവാന്റെ ഉള്ളിലെ മഹാമായ തന്നെയാണ് ദേവി എന്ന് തിരിച്ചറിയുക. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ദേവി അതായത് ഭഗവാന്റെ പുഞ്ചിരിയായ മായയിൽ നിന്നും ദുർഗ എങ്ങനെയുണ്ടായി, ദുർഗാദേവി ഉണ്ടായത് എങ്ങനെയെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതൊക്കെ കേൾക്കുക. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിനെ ഉയർത്തുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവ്വകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.